ഞാൻ ഇനിയും ഇങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ഫ്ലെക്സിബിലിറ്റി, മസിലിന് ടെൻഷൻ കുറക്കാൻ, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. 5 ഫേഷ്യൽ ലൈൻസ് ആണ് നമുക്കുള്ളത്. 5നും ഡെയിലി ഒരു 30 സെക്കൻഡ് സ്ട്രെച്ച് ചെയ്യാനാണ് നല്ലത്. ഒന്നാമത്തെ ആന്റീരിയർ ലൈൻ ആണ്. ആന്റീരിയർ ലൈനിന് വേണ്ടിയിട്ട് മെയിനായിട്ട് 3 സ്ട്രെച്ചിങ് ആണ് ഞാൻ ചെയ്യാറ്. അതിൽ ഒന്നാമത്താണ് ഇത്. 2 കാൽമുട്ടിൽ ഇങ്ങനെ നിന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കൈ ബാക്കിലോട്ട് വെക്കുക, അതേപോലെ തന്നെ മറ്റേ കൈയും ബാക്കിലോട്ട് വെച്ചിട്ട് ഹിപ്പ് മാക്സിമം തള്ളി പൊടിച്ച് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുക. അപ്പം അതിന് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബെഞ്ചിൽ ചെയ്യുന്നതാണ്. ബെഞ്ചിൽ ഇരുന്നിട്ട് കൈ രണ്ടും ബാക്കിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൈയിൻ്റെ പൊസിഷൻ ശ്രദ്ധിച്ചോളി. അതേപോലെ കാലിൻ്റെ ഭാഗത്ത് ആരെങ്കിലും ചവിട്ടി പിടിച്ചാൽ നന്നാവും. നമ്മൾ ബാക്കിലോട്ട് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ബിഗിനർ ആണെങ്കിൽ കിടന്നിട്ട് തിരിച്ചു വരുമ്പം ആരെങ്കിലും കൈ പിടിച്ച് എണീക്കുന്നതാണ് നല്ലത്. പിന്നെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. കാലും ഗ്ലൂട്ട്സും മാക്സിമം അടുപ്പിച്ച് വെച്ചിട്ട് കൈ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ വെക്കുക. അത് കറക്റ്റ് നോട്ട് ചെയ്തോണ്ടി. എന്നിട്ട് പുഷ് ചെയ്തിട്ട് എണീക്കുക. ഫസ്റ്റ് ഒക്കെ ആരെങ്കിലും സപ്പോർട്ട് വെച്ചിട്ട് എണീച്ചാൽ മതി. പിന്നെ ഹീൽസ് റൈസ് ചെയ്യാതിരിക്കരുത്. ഹീൽസ് റൈസ് ചെയ്തിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുക 30 സെക്കൻഡ്. എല്ലാ സ്ട്രെച്ചിങ്ങും നമുക്ക് പെയിൻഫുൾ ആണെങ്കിൽ അത് ചെയ്യരുത്. രണ്ടാമത്തത് പോസ്റ്റീരിയർ ലൈനാണ്. അതും 3 ടൈപ്പാണ് ഞാൻ ചെയ്യാറ്. 2 കാലും മുട്ട് കുത്തിയിരുന്നിട്ട് കൈ മുന്നോട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് എണീക്കുക. എണീക്കുമ്പോൾ കാലിൻ്റെ മുട്ട് ലോക്ക് വെക്കുക. എന്നിട്ട് കൈ മാക്സിമം കഴിയുന്നതിൻ്റെ മാക്സിമം ബാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്ലൈറ്റ്ലി ഡിസ്കംഫർട്ട് ഉണ്ടാകുമ്പോൾ നിർത്തുക. അടുത്തത് ഒരു തൂണിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൂണിൽ പിടിച്ചിട്ട് കാല് മുന്നോട്ട് വെച്ചിട്ട് മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാലിൻ്റെയും കൈയിൻ്റെയും ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരിക. നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാതും 30 സെക്കൻഡ് ചെയ്യണ പോലെ ഇതും 30 സെക്കൻഡാണ് ചെയ്യേണ്ടത്. ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള ഓപ്ഷനാണ് ഈ സ്ട്രെച്ചിങ്. കിടന്നിട്ട് കാൽ രണ്ടും ബാക്കിലോട്ട് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടച്ച് ചെയ്യുമ്പോൾ കാലിൻ്റെ നീ ലോക്ക് ചെയ്യാം. ഇത് കുറച്ച് ഹാർഡാണ് ചെയ്യാൻ. അപ്പം ഇത് ചെയ്യുമ്പം ബാക്കിയുള്ളതൊക്കെ ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇതിലേക്ക് കടന്നാൽ മതി. ഷോസ് ഒരിക്കലും പിടിച്ചു വെക്കരുത്. മൂന്നാമത്തത് ലാറ്ററൽ ലൈനാണ്. അതിന് 2 ടൈപ്പാണ് ഞാൻ ചെയ്യാറ്. കഴിയുന്നതിൻ്റെ മാക്സിമം കാല് വൈഡാക്കി വെക്കുക. എന്നിട്ട് സൈഡിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. കായ് എത്ര അടിയിലോട്ട് പോകുന്നോ അത്രയും നല്ലത്. അടുത്തൊരു തൂണിൻ്റെ സപ്പോർട്ട് വേണം. ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് തൂണിനോട് അടുത്തുള്ള കാലം മുന്നോട്ടും അതിനെ തൊട്ട് ബാഗൊക്കെ മറ്റേ കാലം വെച്ചിട്ട് ഓപ്പോസിറ്റുള്ള കൈ നേരെ മേലെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. നമ്മളെ ലാറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് സ്ട്രെച്ച് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ്സും ഇതേപോലെ ചെയ്യുക. ആദ്യം തൂണിനോട് അടുത്തുള്ള കാലം മുന്നോട്ട് വെക്കുക, മറ്റേ കാലം നേരെ ബാക്കിലേക്ക് ഇട്ട് വെക്കുക, ഓപ്പോസിറ്റുള്ള കൈ മേലെ വെച്ചിട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. 2 സൈഡും 30 സെക്കൻഡ് വീതം തന്നെ ചെയ്യുക. നാലാമത്തത് സ്പൈറൽ ലൈനാണ്. സ്പൈറൽ ലൈനിന് ചെയ്യുമ്പോൾ കാല് ഇതേപോലെ വൈഡാക്കി വെക്കുക. ഇതിൽ കൂടുതൽ വൈഡാക്കാൻ പറ്റുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കൈയിൻ്റെ ഉൾഭാഗം അല്ലാതെ പുറം ഭാഗം ഈ കാലിൻ്റെ സൈഡിൽ ടച്ച് ചെയ്തിട്ട് ഗെയ്സ് മറ്റേ കൈയിൻ്റെ നേരെ ആക്കുക. ഗെയ്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ നോട്ടാണ്. അതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യുക. നമ്മൾ തല നേരെ തിരിച്ചിട്ട് മറ്റേ കൈയിൻ്റെ സൈഡിലേക്ക് നോക്കണം. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു തൂണിൻ്റെ അടുത്ത് ഒരു കാല് പൊന്തിച്ച് വെച്ചിട്ട് ആ പൊക്കി വെച്ച കാലിൻ്റെ അതേ സൈഡിലോട്ട് തന്നെ മാക്സിമം തിരിയാൻ വേണ്ടിയിട്ട് നോക്കുക. ബ്രീത്തിങ് എപ്പോഴും നോർമലായിട്ടാണ് ചെയ്യേണ്ടത്. മറ്റേ കാല് ചെയ്യുമ്പോഴും അതേപോലെ ആ കാലിൻ്റെ സൈഡിലേക്ക് മാക്സിമം തിരിയാൻ വേണ്ടിയിട്ട് നോക്കുക. 5ാമത്തെ ഫ്രണ്ട് ആം ലൈൻ. ഒരു റെസിസ്റ്റൻറ്റ് ബാൻഡ് എടുത്തിട്ട് നമുക്ക് കഴിയണ പോ അത്ര വൈഡാക്കിയാൽ മതി. പറ്റടുത്ത് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ ബാക്കിൽ ഹോൾഡ് ചെയ്യുക 30 സെക്കൻഡ്. നമ്മളെ ചെസ്റ്റൊക്കെ നല്ല സ്ട്രെച്ച് ആവണത് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു PVC പൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ലാസ്റ്റുള്ള ഫേഷ്യൽ ലൈനല്ല, നമ്മൾ ട്രപ്പീസിയസിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ കൈ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്തിട്ട് തല ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് അത് സ്ട്രെച്ച് ചെയ്തിട്ട് പിടിക്കാം. ഇതൊരു എക്സ്പേർട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിൻ്റെ മിസ്റ്റേക്ക് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ ഇതേപോലത്തെ ഫ്യൂച്ചർ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.